ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം രൂപയിൽ പണികളൊന്നും നടത്താനാകാത്തതിനാൽ നഷ്ടപ്പെടുകയും ചെയ്തു. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അഗാധമായ ഗർത്തമായതുകൊണ്ട് താഴോട്ടത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ മണ്ണിടിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കിടക്കുന്ന വഴിയാണ് ഇപ്പം ഇതുപോലെ തകർന്ന് കിടക്കുന്നത്. നാൽപ്പതോളം കുടുംബങ്ങൾ കഴിഞ്ഞ 50 വർഷമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു റോഡാണിത്. 2018 മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ ഈ റോഡ് 7 വർഷങ്ങൾക്കിപ്പുറവും പുനർനിർമ്മിക്കാനായിട്ടില്ല. വഴിയില്ലാത്തതിനാൽ സ്വന്തം വീട് വരെ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതിയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കല്ലുകുന്ന് പ്രദേശത്തെ ഈ റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു മാറിയത് ഈ കാണുന്ന സീന രാജു എന്ന ചേച്ചിയുടെ വീടിന്റെ മുറ്റം ഭാഗത്തു നിന്നാണ്. ഈ വീട് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ വീട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലാണ് എത്തിയത്. കാരണം ഈ വീട് പൂർണ്ണമായിട്ടും അപകടാവസ്ഥയിലാണ്. ഏത് സമയവും ഒരു മഴ എത്തിക്കഴിഞ്ഞാൽ ഏത് സമയവും ഇടിഞ്ഞു പോകാം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ചേച്ചി, ഇത് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഇത്തരത്തിൽ മണ്ണിടിയുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വേറെ വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറുമായിരുന്നു. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ വീട് വാർത്ത് വന്നപ്പോൾ തന്നെ 6.25 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. അപ്പം വീട് പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വെള്ളമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവിടെ. അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആകെപ്പാടെ 1-2 പ്രാവശ്യം വന്നു, പിന്നെ പോയി. ഈ പൈസ വന്നെന്ന് പറഞ്ഞു, ലാപ്സായി പോയെന്ന് പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ചൊരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മനുഷ്യനെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റും ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ. ഇത് അതുപോലെ അവർ കാണിക്കുന്നില്ല. ഇനി വോട്ട് ചോദിച്ചു വരുന്നവർ ഞങ്ങൾക്ക് മെയിനായിട്ട് തരേണ്ട കാര്യം, ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ച് തരിക. അതായത് വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വഴി ശരിയാക്കി തരാമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. ആ കാണുന്ന കട്ടപ്പന ടൗണിൽ നിന്നും തികച്ചും 1 കിലോമീറ്റർ ഇല്ല ഈ കല്ലുകുന്ന് എന്ന പ്രദേശത്തേക്ക്, നഗരത്തിന്റെ ഹൃദയഭാഗം. എന്നിട്ടും ഇവിടുത്തെ ജനങ്ങളോട് അവഗണന മാത്രം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളും കൊണ്ട് ജനപ്രതിനിധികൾ ഇവിടേക്ക് കയറി വരുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഒന്നാകെ ഉറ്റുനോക്കുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.